CPI ജില്ലാ സെക്രട്ടറി സുനീർ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഈ സമരത്തിനോട് എക്കാലവും പിന്തുണ പ്രഖ്യാപിച്ചിട്ട് നമ്മളോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ റഷീദ് സാഹിബിനെ ഞാൻ ക്ഷണിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ സുനീർ അവറുകൾ, അതുപോലെ തന്നെ ഇതിന് അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന, നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സമരസമിതിയുടെ നേതാക്കളെ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ധീരമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സമര സംഘടനകളുടെ നേതാക്കളെ, പ്രവർത്തകന്മാരെ, വിശേഷിച്ചും ഇരകളോട് കുരച്ചു ചാടുന്ന നേതൃത്വത്തിന്റെ തിട്ടൂരത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വന്നെത്തിയിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ ഞാൻ ആദ്യമായി ഒന്നുകൂടി ശക്തമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഈ സമരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലമായ 1 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കുന്ന സമരമല്ല എന്നും, ഇവിടെ നിന്ന് ആളുകൾ പിരിഞ്ഞു പോകണമെങ്കിൽ അളവർ നിർത്തിവെക്കാതെ ഞങ്ങൾ പിരിഞ്ഞു പോവുകയില്ല എന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമരം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ എതിർക്കുന്നത് വികസനത്തെയല്ല, വികസനത്തിന് വേണ്ടി എന്തു ചെയ്യാനും തയ്യാറായ സംഘമാണ് എന്റെ മുമ്പിലുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തങ്ങളായ പതാകകൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേവലമായ രാഷ്ട്രീയമായ ലക്ഷ്യത്തിന് വേണ്ടിയല്ല. ഞങ്ങളൊക്കെ ഈ സമരത്തോടൊപ്പം ധീരമായിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പതാകകൾ ഇവിടെ ഉയർത്തുവാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇവിടെ പങ്കെടുത്തിട്ടുള്ള ഒരാളും സ്വാർത്ഥമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, കേവലമായ രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇവിടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യമക്കളോടൊപ്പം ജീവിക്കുവാനും അവർക്ക് വേണ്ടി മരിക്കാനും ഞങ്ങൾ സന്നദ്ധമാണ് എന്ന പ്രഖ്യാപനമാണ് ഇവിടെ ഈ സമരത്തിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ധീരമായി പറയാൻ ആഗ്രഹിക്കുന്നു, BOTയുടെ ചൂഷണത്തിന് ഈ റോഡ് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഒരുക്കമില്ല എന്നതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ വിഷയം. രണ്ടാമത് പറയുന്നു, 30 മീറ്ററിൽ ഈ റോഡ് വികസിക്കുന്നതിന് വേണ്ടി ഏതു ത്യാഗം ചെയ്യാനും ഞങ്ങൾ ഒരുക്കമാണ്. 30 മീറ്ററിന്റെ അപ്പുറം 15 മീറ്റർ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ ഏജന്റുമാർക്ക് കമ്മീഷൻ കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ അതിനോടൊപ്പം നിൽക്കാൻ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, മനുഷ്യസ്നേഹികൾക്ക് സാധ്യമല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അതോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നു, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇവിടെ പ്രത്യേകമായി പറയുകയുണ്ടായി, ഇവിടെ പുനരധിവാസത്തെ കുറിച്ചാണ് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് കഴിഞ്ഞ ആഴ്ച മുമ്പ് വരെ എന്ത് നിങ്ങൾ പുനരധിവാസത്തിന് വേണ്ടി പ്രത്യേകമായ മന്ത്രിസഭാ യോഗം ചേരാത്തത്? ഇവിടെ ഇരകൾ ശക്തമായി പ്രതിഷേധിക്കാൻ തീരുമാനിച്ചപ്പോ ജനകീയ സമരത്തെ തടഞ്ഞു നിർത്താൻ നിങ്ങൾക്കാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് നിങ്ങൾ അത്തരം ഒരു ചർച്ചയ്ക്ക് സന്നദ്ധമായത്. എന്നിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു പുനരധിവാസത്തിന് പാക്കേജ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്ത് പാക്കേജാണ് എന്ന് വളരെ കൃത്യമായി പറയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നത് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുകയാണ്. നിങ്ങൾ തട്ടിപ്പ് നടത്തിയിട്ട് ഈ സമരത്തെ ഒറ്റുകൊടുക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിന്റെ മുമ്പിൽ നിന്നുകൊടുക്കാൻ ഈ സമര പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ആക്ഷൻ കൗൺസിലും സന്നദ്ധമല്ല എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ പുനരധിവാസത്തെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്? എന്ത് വല്ലാർപാറം കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് ആളുകൾ ഇന്നും പുഴുക്കളെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? നടപ്പിലാക്കുവർക്ക് പുനരധിവാസം. വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, മൂലംപള്ളിയുടെ തെരുവോരങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ സ്വസ്ഥമായി പൊതു താല്പര്യത്തിന് വേണ്ടി വീട് വിട്ടുകൊടുത്തതിന്റെ അനന്തരഫലമായി ഇന്ന് തെരുവോരങ്ങളിൽ കഴിഞ്ഞുകൂടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയുമോ, ഇതുപോലെ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഈ കൊല്ലത്തിനടുത്തുള്ള കുളത്തൂപ്പുഴ കോളനിയിൽ 3/4 സെന്റ് കോളനിയിൽ നിങ്ങൾ നേരത്തെ റോഡ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 28 വർഷം 1 ഇഞ്ച് ഭൂമി പോലും കിട്ടാതെ പ്രയാസം അനുഭവിക്കുന്ന നൂറുകണക്കിന് ആളുകളെ നമ്മൾ ഇവിടെ കണ്ടതാണ്. അതുകൊണ്ട് ഈ തട്ടിപ്പുമായി നിങ്ങൾ മുന്നോട്ട് പോകരുത്. നിങ്ങൾക്കറിയുമോ, ഇത് മലപ്പുറം ജില്ലയാണ്. ഈ മലപ്പുറം ജില്ലയിൽ താല്പര്യത്തിന് വേണ്ടി എല്ലാം ത്യജിച്ചവരാണ് മലപ്പുറം ജില്ലക്കാർ. നിങ്ങൾക്കറിയുമോ, കരിപ്പൂർ എയർപോർട്ടിന് വേണ്ടി 12 പ്രാവശ്യം നമ്മൾ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡിന്റെ വികസനത്തിന് വേണ്ടി ഒരുപാട് സ്ഥലം നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ പിരിച്ചു നൽകിയ ജില്ലയാണ് മലപ്പുറം. അതേസമയം ഓർത്തോ, ഇത് മലപ്പുറം ജില്ലയാണ്, ഇത് ഉമർ ഖാലിയുടെ നാടാണ്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം നടത്തിയതിന്റെ പേരിൽ വെടിയുണ്ട ഏറ്റുവാങ്ങി ആ വെടിയുണ്ടയുടെ കാരണത്താൽ ഷഹീദാകേണ്ടി വന്ന മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ നാടാണ്. അതുപോലെ തന്നെ അന്യായമായി നികുതി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ നികുതി കൊടുക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ ഉമർ ഖാലിയുടെ നാടാണ്, യുടെ നാടാണ്. അതുകൊണ്ട് ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് അധികാരികൾ കരുതുന്നുണ്ട് എങ്കിൽ സാധ്യമല്ല
നിങ്ങൾ കരുതിയിരിക്കും ഇവിടെ അറസ്റ്റ് ചെയ്ത് നീക്കിയാൽ അതെല്ലാം അവസാനിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ വിനീതമായി എന്റെ നിയമപാലകന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ഇത് സമാധാന നിർഭരമായ സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിജി നടത്തിയ സമരം, ദണ്ഡിയാത്രയിലേക്ക് യാത്ര നടത്തിയിട്ട്, ഉപ്പ് സത്യാഗ്രഹം നടത്തിയിട്ട് ഗാന്ധിജി നടത്തിയ സമരമുണ്ടല്ലോ, അത് നിയമലംഘനമാണെങ്കിൽ ആ നിയമലംഘനത്തിന്റെ പാതയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നേരെ കൈമാറ്റം നടത്താനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഇന്നും നാളെയും തീരാത്ത സമരത്തിന് ഈ നാട് സാക്ഷ്യം വഹിക്കും. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇന്ന് അവിടെ അളവ് നിർത്തിവെച്ചാൽ ഞങ്ങൾ ഇന്ന് പിരിഞ്ഞു പോകാൻ സന്നദ്ധമാണ്. അല്ല, നാളെയും മറ്റന്നാളും ഇരിക്കേണ്ടി വന്നാലും ഈ സമരസഖാക്കൾ ഈ റോട്ടിൽ കുത്തിയിരുന്നു കൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കും. യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അത് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ട് ബോധം കെട്ടുകയുന്ന ഞങ്ങളുടെ സഹോദരിമാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. ഈ സമരത്തിന് ഹൃദയാന്തരാളങ്ങളിൽ നിന്നുകൊണ്ട് ആയിരം മനസ്സോടുകൂടി വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ ഈ സമരത്തോടൊപ്പം ധീരമായി അണിചേരുക, ധീരമായി ഉറച്ചു നിൽക്കുക. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും രക്തം ചിന്തേണ്ടി വന്നാലും സമാധാനപരമായി സമരത്തിന്റെ പാതയിൽ മുന്നോട്ട് പോവുക. അഭിവാദ്യങ്ങൾ, വിപ്ലവാഭിവാദ്യങ്ങൾ. അടുത്തതായി SDPI ജില്ലാ സെക്രട്ടറി ആദിൽ മംഗലം നിങ്ങൾ നമ്മളോട് സംസാരിക്കും.